സ്വന്തം ഭാര്യയും മക്കളെയും മറന്ന് താൽക്കാലിക സുഖത്തിനു വേണ്ടി അന്യ സ്ത്രീകളോട് ചാറ്റ് ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് ഇതൊരു പാഠമാവട്ടെ. രചന പ്രാർത്ഥന ദാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി. ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും വാട്സാപ്പിലുമായി വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾക്ക് മറുപടി നൽകുന്നതിൽ നല്ല തിരക്കിലാണ് നമ്മുടെ കഥാനായകൻ. ഒരേ സമയം പലരുടെയും അന്വേഷണങ്ങളാണ്. ചില ചോദ്യങ്ങൾ നായകനെ സന്തോഷിപ്പിക്കുന്നു, ചിലത് ആശയക്കുഴപ്പത്തിലാക്കുന്നു, ചിലതോ ചെറുതായിട്ട് നായകനെ ചൊടിപ്പിക്കുന്നു. ചോദ്യങ്ങൾ എന്താണെന്നല്ലേ? സുഖാണോ? കഴിച്ചോ? ഇപ്പം എവിടെയാ? ആരോടാ മുമ്പ് വിളിച്ചപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ ലിസ്റ്റ് നീണ്ടുപോകും. ആളുകളുടെ എണ്ണവും. ഇത്ര സ്നേഹത്തോടെ അന്വേഷിക്കുന്നത് മറ്റാരുമല്ല, നായകൻ കഷ്ടപ്പെട്ട് വളച്ച് പ്രണയിക്കുന്ന ഒരുപാട് ആളുകളിൽ ചിലർ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നായകനൊരു സകലകലാ വല്ലഭനായിരിക്കുമെന്ന്? ഒരേ സമയം എത്ര പേരാ? ഒരു മെസ്സേജ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ തീർന്നില്ലേ? ഇന്ന് നായകന് ചില ചോദ്യങ്ങൾ ചൊടിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ? അത് മറ്റൊന്നും കൊണ്ടല്ല, പുതിയ ഒരാളെ തൻ്റെ പലരുടെ ലിസ്റ്റിൽ ചേർക്കാനുള്ള കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ്. ആ ശ്രമം നമുക്കൊന്ന് നോക്കാം. ഹലോ, കഴിച്ചോ മോളൂ? കഴിച്ചല്ലോ. അഭിയേട്ടനോ? ഇല്ല. അതെന്താ? സമയം ഇത്രയായില്ലേ? സമയമായി. ഫുഡ് കൊള്ളില്ലായിരുന്നു, അതുകൊണ്ട് കഴിച്ചില്ല. കൊള്ളില്ലേ? അതെന്താ? ഏട്ടൻ ഹോസ്റ്റലിൽ നിന്നല്ലല്ലോ, ചേട്ടൻ്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്? അതെ, പക്ഷെ ചേട്ടത്തി നന്നായിട്ടൊന്നും ഉണ്ടാക്കില്ല. ചേട്ടൻ പിന്നെ ഭർത്താവായി പോയില്ലേ, അതുകൊണ്ട് വഴക്ക് വേണ്ടാന്ന് കരുതി ഉള്ളത് കഴിച്ച് വിശപ്പടക്കും. ഷോ ഷോ സാരമില്ല, പോട്ടെ. നന്നായി പാചകം ചെയ്യുന്ന ഒരാളെ ഏട്ടൻ കല്യാണം കഴിക്കും, അപ്പൊ ശരിയാവും. എന്താ ഏട്ടൻ ചിരിച്ചേ? കല്യാണമൊന്നും ശരിയാവില്ലോടൂ. അതെന്താ? ആ, അതൊക്കെ ഒരു കഥയാ. ഓക്കെ അല്ല, ഓക്കെ അല്ല, കഥ ചോദിക്ക്. നായകന്റെ ആത്മകഥം. രക്ഷയില്ല, അവളാ വഴിക്ക് പോയി. വേറെ ലൈൻ വല്ലതും കാണോ? ഇനി എങ്ങനെ അങ്ങോട്ട് ചെല്ലും? ഒരു സ്റ്റാറ്റസ് ഇട്ട് നോക്കാം. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. സ്റ്റാറ്റസ് ഇട്ട ശേഷം ഓരോ മിനിറ്റിലും നോക്കിക്കൊണ്ടിരുന്നു അവൾ നോക്കുന്നുണ്ടോ എന്ന്. ഇല്ല, നോക്കുന്നില്ല. എന്നാൽ തൽക്കാലത്തേക്ക് വേറെ ആരെങ്കിലും നോക്കാമെന്ന് കരുതി ചാറ്റ് ലിസ്റ്റിൽ ഓപ്പൺ ചെയ്യാത്ത മെസ്സേജിലൂടെ പോകുമ്പോഴതാ താൻ കാത്തിരുന്ന മെസ്സേജ്. ആകെ ശോകാണല്ലോ ഏട്ടാ, നല്ല തേപ്പിട്ടിയ ലക്ഷണമുണ്ടല്ലോ. ഏയ്, തേപ്പ് നല്ലടൂ, ഒരുപാട് സ്നേഹിച്ചു. പക്ഷേ ആരാള്? ഓനെ മനസ്സിൽ ലഡുപൊട്ടി. അല്ല പിന്നെ നമ്മളോടാ കളി. ഇങ്ങനെ എത്ര എണ്ണത്തിനെ വളച്ചതാ ഞാൻ. ആത്മകഥം. സിതാര, എൻ്റെ മാത്രം താര. നായകൻ കഥ പറഞ്ഞു തുടങ്ങി. പഴകുന്തോറും വീഞ്ഞിന് വീര്യം കൂടുന്ന പോലെ ടൈപ്പ് ചെയ്ത് ആ കഥ നായകന്റെ ഫോൺ സ്ക്രീനിൽ വരെ കാണാപ്പാടായി കാണും. കഥ പറഞ്ഞു കഴിഞ്ഞു. അവളിൽ നിന്ന് നിശബ്ദത. അപ്പൊ അഭിയായിട്ട് ഒരിക്കലും വിവാഹം കഴിക്കില്ലേ? ഇല്ല മോള്, എന്നങ്ങനെ ആർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഒറ്റക്കല്ലേ നല്ലത്. അതൊക്കെ ഏട്ടൻ്റെ തോന്നലാണ്. ഏട്ടനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ആ ഒരു മെസ്സേജിൽ നായകൻ മറുപടി ഒതുക്കി. പിന്നീട് അങ്ങോട്ട് സംസാരിച്ച നിള മാത്രമാണ്. അഭി എല്ലാം കേട്ടുകൊണ്ടേയിരുന്നു. അധികം വൈകാതെ നിളയെ അഭി തൻ്റെ കാമുകിമാരിൽ ഒരാളാക്കി മാറ്റി. ഋതുക്കൾ മാറി മറിഞ്ഞു. നായകൻ തൻ്റെ പ്രവർത്തന മേഖലയിൽ ദിനം പ്രതി അഗ്രഗണ്യനായിക്കൊണ്ടേയിരുന്നു. തൻ്റെ കാമുകിമാരിൽ ആരെയും നേരിട്ട് കാണാൻ ശ്രമിക്കാത്ത അഭി നിളയുമായി കാണാനായി യാത്ര തിരിച്ചു. ഇല്ലാത്തൊരു ബിസിനസ് മീറ്റിംഗിന്റെ പേരിൽ. തൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുവാൻ കാരണമാവുന്ന യാത്രയായിരിക്കും ഇതെന്ന് സ്വപ്നത്തിൽ പോലും അഭി കരുതിയില്ല. നിളയെ പിക്ക് ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകും വഴി പറഞ്ഞിട്ടും തീരാതിരുന്ന വിശേഷങ്ങൾ പറഞ്ഞു പോകവേ എതിർവശത്തു നിന്നും വന്ന വാഹനത്തെ അഭി ശ്രദ്ധിച്ചിരുന്നില്ല. ഒരാഴ്ചയോളം വെന്റിലേറ്ററിൽ കിടന്നു. ജീവൻ തിരികെ കിട്ടി. വീണ്ടും ദിവസങ്ങൾ വേണ്ടി വന്നു റൂമിലേക്ക് മാറ്റുവാൻ തക്കവണ്ണമുള്ള ആരോഗ്യസ്ഥിതിയിലേക്ക് അഭി എത്തുവാൻ. റൂമിലേക്ക് മാറ്റിയ ദിവസം അഭിയുടെ അച്ഛനും അമ്മയും സഹോദരനുമൊക്കെയും ചുറ്റിനുമുണ്ടായിരുന്നു. എങ്കിലും അവനാകെ ടെൻഷനിലായിരുന്നു. നിള എവിടെ? അവൾക്ക് എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? നിളയെപ്പറ്റി ചോദിച്ചാൽ എന്തു മറുപടി പറയും എന്നൊക്കെയും അവൻ മനസ്സിലോർത്തു. പക്ഷേ സമയം കുറച്ചു കഴിഞ്ഞിട്ടും ആരും ആ ചോദ്യങ്ങളൊന്നും അവനോട് ചോദിച്ചില്ല. അവന്റെ മുഖത്തെ പരിഭ്രമം കണ്ടിട്ട് അച്ഛൻ അഭിയോട് സംസാരിച്ചു തുടങ്ങി. മോനെ എന്താ ആലോചിക്കുന്നത്? അത്. അപ്പോഴേക്ക് മുറിയിലേക്ക് മറ്റു രണ്ടുപേർ കടന്നു വന്നിരുന്നു. അമ്മു, അഭിയുടെ 6 വയസ്സുകാരി മകളും അഭിയുടെ ഭാര്യയും. നിങ്ങൾ എവിടെയായിരുന്നു? അമ്പലത്തിൽ പോയതായിരുന്നു ഏട്ടാ. അഭി ഒന്ന് മൂളുക മാത്രം ചെയ്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ മുറിയിലേക്ക് വന്നു. എങ്ങനെയുണ്ട് അഭി? കുഴപ്പമില്ല, പക്ഷെ ശരീരം പിടിച്ചു വച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. അനങ്ങുവാൻ ശ്രമിക്കുമ്പോൾ വല്ലാത്ത വേദനയും. ചുറ്റും നിന്നവർ പരസ്പരം നോക്കി. വേദന പതിയെ കുറയും, പക്ഷേ. അഭി സംശയത്തോടെ ഡോക്ടറെ നോക്കി. അഭിക്ക് ഇനിയും നടക്കാൻ കഴിയില്ല. അരക്ക് താഴോട്ട് അഭിയുടെ ശരീരം തളർന്നു. വലതു കൈക്ക് പൂർണ്ണമായിട്ടൊരു തളർച്ചയില്ലെങ്കിലും ബലം ഉണ്ടാവില്ല. എനിക്ക് പറ്റില്ല ഇങ്ങനെ.
ഡോക്ടറിൽ നിന്നും അറിഞ്ഞ തന്റെ ആരോഗ്യസ്ഥിതി അബിയെ പാടെ തളർത്തിയിരുന്നു. അബിയുടെ ഡോക്ടർ എന്ന നിലക്ക് അവനെ സമാധാനിപ്പിച്ച ശേഷം ഡോക്ടർ ആ മുറി വിട്ടുപോയി. അബിയുടെ മനസ്സിൽ നിന്നും നിളയെപ്പറ്റിയോ തന്റെ ഫോണിനെ പറ്റിയോ ഉള്ള ചിന്ത ഇല്ലാതെയായി. തന്റെ തളർച്ച മാത്രമായി അവന്റെ മനസ്സിൽ. കുറച്ച് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം അബിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും അവന് വേണ്ടതൊക്കെയും ചെയ്തു കൊടുത്തു. മാനസികമായി തന്റെ അവസ്ഥയോട് പൊരുത്തപ്പെടുവാൻ അബിയുടെ അമ്മയും ഭാര്യയും നന്നായി സപ്പോർട്ട് ചെയ്തു. കുറച്ച് മാസങ്ങൾ കടന്നുപോയി. അബി തന്റെ പഴയകാലം ആലോചിച്ചു നോക്കി. ഇപ്പോൾ ഒരു നേരം പോക്കിന് ഒരു ഫോൺ കിട്ടിയിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു. രണ്ടു കൽപ്പിച്ച് ഭാര്യയോട് ഫോണിനെ പറ്റി ചോദിക്കാൻ തീരുമാനിച്ചു. ആഹാരവുമായി മുറിയിലേക്ക് വന്നപ്പോൾ അവൻ സംസാരത്തിന് തുടക്കമിട്ടു. മോളെ, എന്താ ഏട്ടാ? എനിക്കൊരു ഫോൺ വേണം. വെറുതെ ഇരുന്ന് ബോറടിക്കുന്നു. പഴയ ഫോണ് ആക്സിഡന്റിൽ നശിച്ചു പോയിട്ടുണ്ടാവില്ലേ? അതെ, അത് പോയി. ഏട്ടന് ഫോണല്ലേ വേണ്ടേ, നമുക്ക് വാങ്ങാം. ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞ ശേഷം അവൾ പോയി. വൈകിട്ട് കിടക്കും മുമ്പ് അബി സന്തോഷത്തിലായിരുന്നു. പഴയ പോലെ പലരെയും കിട്ടുമല്ലോ എന്നോർത്ത്. തൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ആരറിയുന്നു? ഉറങ്ങും മുമ്പ് അബിയുടെ ഭാര്യ ഡ്രസ്സുകളും മറ്റും പാക്ക് ചെയ്യാൻ തുടങ്ങി. എന്തിനീ ഡ്രസ്സൊക്കെ? അതോ, നാളെ നമ്മൾ തറവാട്ടിലേക്ക് പോവാം, കുറച്ച് ദിവസത്തേക്ക്. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഏട്ടന് നമ്മുടെ തറവാട് ഭയങ്കര ഇഷ്ടമല്ലേ? കുറച്ച് ദിവസം ഇനി അവിടെ സ്പെൻഡ് ചെയ്യാം. ശരി. രാവിലെ തന്നെ അവർ പുറപ്പെട്ടു. അവർക്കൊപ്പം അച്ഛനും അമ്മയും അബിയുടെ ചേട്ടനും. മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം അവർ തറവാട്ടിലെത്തി. ആ മണ്ണിൽ കാലുകുത്തി നിൽക്കുവാൻ ഇനി സാധിക്കില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അബിക്ക് മനസ്സിലൊരു വേദന തോന്നി. ചേട്ടന്റെ സഹായത്തോടെ അബിയെ മുറിയിലെത്തിച്ചു. യാത്രാക്ഷീണം തോന്നി കാരണം അബി നേരത്തെ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ അബി കണ്ണു തുറക്കുമ്പോൾ ചുറ്റും മുല്ലപ്പൂവിന്റെ ഗന്ധമുള്ള അഗർബത്തിയുടെ സുഗന്ധമായിരുന്നു. സന്തോഷം തോന്നിയവന്. അല്പനേരം കണ്ണടച്ച് ആ സുഗന്ധം ആസ്വദിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഗന്ധം അവൻ ആസ്വദിക്കുന്നത്. ചെറുപ്പകാലം മുതൽ മുല്ലപ്പൂവിന്റെ സുഗന്ധം അവന് വലിയ ഇഷ്ടമാണ്. അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുറിയിൽ ആകെ ഒരു മാറ്റം അവന് തോന്നി. പരസഹായമില്ലാതെ എണീക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് അവിടെ അങ്ങനെ കിടന്നു. കുറച്ചു കഴിഞ്ഞ് അബിയുടെ ഭാര്യ കയറി വന്നു. ആ, ഏട്ടൻ എണീറ്റോ? അവൾ പതിയെ അവനെ കട്ടിൽ ചാരിയിരുത്തി. ആ മുറിയെ ഒറ്റ രാത്രി കൊണ്ട് അവന്റെ മാത്രം ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവൾ മാറ്റിയിരുന്നു. മുറിയിൽ കട്ടിലിനോട് ചേർന്ന് വലിയ 2 ബുക്ക് ഷെൽഫുകൾ സ്ഥാനം പിടിച്ചു. മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള കുറേയേറെ ബുക്കുകൾ അതിലുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഏട്ടാ? വാവ്, അടിപൊളി. ഇത് ഏട്ടനുള്ള എൻ്റെ സമ്മാനമാണ്. സമ്മാനോ? എന്തിന്? മറന്നുവല്ലേ, ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഓ സോറി, ഞാൻ മറന്നു. അത് സാരമില്ല. ആദ്യത്തെ ആനിവേഴ്സറിക്ക് ശേഷം ഏട്ട ഒരിക്കലും ഓർത്തിട്ടില്ലല്ലോ. ആ വാക്കുകളിൽ ഒരു പരിഹാസമുള്ള പോലെ അവന് തോന്നി. എങ്കിലും മറുത്തൊന്നും ചോദിച്ചില്ല. റൂം ഇഷ്ടപ്പെട്ടോ? കുറെ കഷ്ടപ്പെട്ടു ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ. അതെനിക്ക് മനസ്സിലായി. എങ്കിലും എന്നെ ഉണർത്താതെ നീ ഇതെങ്ങനെ ചെയ്തു? ഒരു ശബ്ദം പോലും ഞാൻ കേട്ടില്ലല്ലോ. അതോ, അത് ഞാൻ ഇന്നലെ ഏട്ടൻ്റെ മരുന്നിൻ്റെ കൂടെ സ്ലീപ്പിംഗ് പിൽസ് കൂടി തന്നിരുന്നു, അതുകൊണ്ട്. ഒട്ടും പതറാതെ ഒരു ചിരിയോടെ തന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞവളെ അവൻ നോക്കിയിരുന്നു. വാട്ട്? എന്താ നീ പറഞ്ഞേ? എന്താണോ കേട്ടത് അത് തന്നെ. ഞാൻ ഇങ്ങനെയായെന്ന് കരുതി നിനക്കെന്നോട് എന്തും ചെയ്യാന്നായോ? ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ അവളിൽ വന്ന ഭാവമാറ്റത്തെ അവൻ കണ്ടു. ആദ്യമായിട്ടാണ് അവളിൽ അങ്ങനെ ഒരു ഭാവം കണ്ടത്. ഏട്ടന് ഫോൺ വേണ്ടേ? അഭിയൊന്നും മിണ്ടിയില്ല. പുതിയത് വേണോ അതോ പഴയത് വേണോ? പഴയ ഫോണാണെങ്കിൽ പഴയ ആൾക്കാരൊക്കെ ഒരുമിച്ച് കിട്ടും. ആ വാക്കുകൾ അവന്റെ ചെവി കൊട്ടിയടച്ചു. ഇമ വെട്ടാതെ അവളെ തന്നെ അവൻ നോക്കിയിരുന്നു. ഒരു കസേര വലിച്ചിട്ട് അവൻ ആമുഖമായി അവളിരുന്നു. കാലാകാലം എന്നെ വിഡ്ഢിയാക്കി ജീവിക്കാമെന്ന് കരുതിയ നിങ്ങൾ? അന്ന് ആക്സിഡന്റ് പറ്റിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? അബിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കാമുകിയാണെന്നറിയാം, എത്രാമത്തെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവൻ തലതാഴ്ത്തിയിരുന്നു. ഒരുപാടുണ്ടായിരുന്നല്ലോ അല്ലേ? അതുകൊട്ടെ, ആ കുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ഇല്ല. കുഴപ്പമൊന്നുമില്ല. ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുകൂടി അധികം അപകടമൊന്നും പറ്റാതെ അവൾ രക്ഷപ്പെട്ടു. ഞാൻ കണ്ടിരുന്നു. അവിടെ മുതൽ നിങ്ങൾ കണക്കൂട്ടിയതൊക്കെ ഞാൻ തിരുത്തി തുടങ്ങി. നിങ്ങളുടെ ഫോണിനൊന്നും സംഭവിച്ചിരുന്നില്ല. തൻ്റെ ഫിംഗർ പ്രിന്റ് വെച്ച് തന്നെയത് ഞാൻ ഓപ്പൺ ചെയ്തു. ചാറ്റ് ലിസ്റ്റൊക്കെ ക്ലിയർ ആയിരുന്നു. പക്ഷെ അപ്പോൾ ഒരു മെസ്സേജ് വന്നു ഫോണിലേക്ക്. എന്നെ വെറുതെ വിട്ടേക്കൂ, ഞാനൊരു ശല്യമായി വരില്ല, ആ ഫോട്ടോസ് ഒന്നും ചെയ്യരുതേ എന്ന്. പിന്നെ ഞാൻ ആ ഫോൺ അരിച്ചു പെറുക്കി. പലതും കണ്ടു, മെയിൽ ഡ്രാഫ്റ്റിനും ഡ്രൈവിലൊക്കെ ആയിട്ട്. ചാറ്റിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട്സ് എല്ലാം വായിച്ചു. എന്തെങ്കിലും സ്വന്തം ന്യായീകരിക്കാനുണ്ടോ? അബി ഒന്നും മിണ്ടിയില്ല. അപ്പം ശരി, ഇപ്പോഴത്തേക്ക് ഇത് മതി, ബാക്കിയൊക്കെ വഴിയെ പറഞ്ഞുതരാം. അത്രയും പറഞ്ഞ് മുറിയിൽ നിന്ന് പോകുവാൻ തുടങ്ങിയവളെ അവൻ വിളിച്ചു. താര, എന്നോട് ക്ഷമിച്ചുകൂടെ? വർഷങ്ങൾക്കിപ്പുറം താര എന്നവൻ വിളിക്കുന്ന കേട്ടതും സന്തോഷമല്ല, രോഷമാണ് അവൾക്ക് തോന്നിയത്. തിരിഞ്ഞു നോക്കി. ആ കണ്ണുകളിൽ കോപം ജ്വലിച്ചു നിൽക്കുന്നവൻ കണ്ടു. വിളിച്ചു പോരുത് എന്നെ അങ്ങനെ.
താര മരിച്ചു, താൻ കൊന്നു. അവന്റെ അടുത്തേക്ക് ചെന്ന് ഷർട്ടിന്റെ കോളർ പിടിച്ചുളിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. കൊന്നില്ലേ? പലരെയും നിന്റെ സുഖത്തിന് വേണ്ടി കിട്ടാൻ കൊന്നില്ലേ നീ എന്നെ? നിന്റെ നഷ്ടപ്രണയിനിയായി ചിത്രീകരിച്ചില്ല എന്നെ? അത്രയും പറഞ്ഞവൾ അവിടെ ആ കട്ടിലിരുന്നു. കണ്ട കാഴ്ചകളിൽ എന്നെ ഏറ്റവും തളർത്തിയത് എന്നെ നീ വാക്കുകളാൽ കൊന്നതല്ല, ഏതാണെന്ന് പറയാമോ തനിക്ക്? അബി അവളെ നോക്കിയിരുന്നു. ആരെയോ നമ്മുടെ മോളുടെ ഫോട്ടോ കാണിച്ചിട്ട് അത് ചേട്ടന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞില്ലേ, അതാ. അത് മാത്രം മതിയായിരുന്നു നിങ്ങളോടുള്ള എന്റെ സ്നേഹത്തിന്റെ അവസാന കടിക ഇല്ലാതെയാവാൻ. ഇല്ല, നീ കള്ളം പറയുക. നിനക്കിപ്പോഴും എന്നോട് സ്നേഹമുണ്ട്, അതല്ലേ എന്നെ വിട്ടു പോവാത്ത്. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്തെന്ന് ഇപ്പൊ പോലും എന്റെ ആഗ്രഹം പോലെയല്ലേ ഈ ബുക്ക് ഷെൽഫൊക്കെയും നീ ഇവിടെ റെഡിയാക്കിയത്? താര പരിഹാസത്തോടെ ചിരിച്ചു. ഇതൊക്കെ സ്നേഹം കൊണ്ടാണെന്ന് കരുതിയോ? എന്നാ കേട്ടോ, ഇത് തനിക്ക് ഞാൻ തീർത്ത തടവറയാണ്. ഈ റൂമിന് പുറത്തേക്ക് താൻ ഇനി ഇറങ്ങില്ല. അപ്പോഴേക്കും അബിക്കവളോട് ദേഷ്യമായി. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എനിക്ക് അച്ഛനും അമ്മയുണ്ട്, ഒരു ചേട്ടനുണ്ട്. അവർ എന്നെ ഇങ്ങനെ നിനക്ക് തോന്നുമ്പോൾ തടവറയിലാക്കാൻ സമ്മതിക്കോ? സമ്മതിച്ചല്ലോ. ആ വാക്കിൽ അവൻ പതറി. എന്നെ ഇതൊക്കെ ചെയ്യാൻ സഹായിച്ചത് അച്ഛനും അമ്മയും ചേട്ടനും തന്നെയാണ്. നിങ്ങളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ എന്താണെന്ന് അറിയോ? ഈ ഭൂമിയിൽ നിങ്ങൾ ഇനി വേണ്ടെന്നാ. സ്വന്തം അമ്മ പോലും വെറുത്തു എന്നത് അവനെ തളർത്തി. പിന്നെ നിങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ്, സ്വന്തം ജീവിതത്തിലെ നഷ്ടങ്ങളെ കാണിക്കാൻ വേണ്ടി. നിങ്ങൾ വീട്ടിലെത്തിയ ശേഷം അച്ഛൻ നിങ്ങളെ കാണാൻ ആ മുറിയിലേക്ക് എപ്പോഴെങ്കിലും വന്നോ? അബി ആലോചിച്ച് നോക്കി. ഇല്ലല്ലോ, വരില്ല. അച്ഛൻ ഈ മകന്റെ മുഖം കാണേണ്ടെന്ന്. ഇതുപോലെ മനസ്സുകൊണ്ട് അധപ്പതിച്ച ഒരു മനുഷ്യനെ അച്ഛൻ ആദ്യമായിട്ട് കാണണമെന്നും പറഞ്ഞു. തനിക്ക് ഇനി അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ലഭിക്കില്ല, ഭാര്യയായ എൻ്റെ പ്രണയം ലഭിക്കില്ല, നമ്മുടെ മകളെ നീ ഇനിയും കാണില്ല. നോ അമ്മു, അവളെ, എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റരുത്. നിന്റെ മോള് ഒരാളെങ്കിലും ഒരാളോട് നിങ്ങൾ അവളെ തള്ളി പറഞ്ഞില്ലേ? അവൾക്ക് ഇങ്ങനെ ഒരു അച്ഛൻ്റെ സ്നേഹം ആവശ്യമില്ല. ഈ മുറിയിലൊരു സുഗന്ധമില്ലേ, അഗർബത്തിയുടെ? അവൻ സംശയത്തോടെ അവളെ നോക്കി. അമ്മുവിന് ഇത് അലർജിയാണ്. ഇനി മുതൽ എന്നും ഈ മുറിയിൽ സുഗന്ധം ഉണ്ടാവും. ഇപ്പൊ അവള് കുട്ടിയാണ്. ദാ ഈ കഥകിനപ്പുറം അവിടെ വരെ അവളെ ഞാൻ കൊണ്ടുവരും. ഈ മുറിയിൽ ഈ സുഗന്ധമില്ലാത്ത ഒരു നിമിഷം പോലും ഉണ്ടാവില്ല. അച്ഛൻ്റെ ഇഷ്ടം അങ്ങനെയാണെന്നാ അവളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിനെ തിരുത്താൻ ശ്രമിച്ചാൽ വാതിലിനപ്പുറം നിൽക്കുന്ന അമ്മുവിനെ പോലും പിന്നീട് നിങ്ങൾ കാണില്ല. എൻ്റെ കുഞ്ഞിൻ്റെ നിഴലിനടുത്ത് പോലും നിങ്ങളെ ഞാനിനി അടുപ്പിക്കില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തികളാണ് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ. ഈ പറഞ്ഞവരുടെയൊക്കെ മനസ്സിൽ നിന്ന് നിങ്ങൾ വലിയൊരു പരാജയമാണ്, മകൾക്കൊഴികെ. പക്ഷെ ഒരിക്കൽ ഞാൻ അവളെ അറിയിക്കുമല്ല. തിരിച്ചറിവാവുന്ന പ്രായമാവുമ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എല്ലാ ഇഷ്ടങ്ങളും ഒരുക്കി ഈ മുറിയിൽ ഈ ഇഷ്ടങ്ങൾക്ക് നടുവിൽ താൻ ഉരുകി ജീവിക്കുന്ന എനിക്ക് കാണണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ജീവിച്ച ഇതുപോലെയായിരുന്നു. പ്രണയിച്ചവനെ തന്നെ വിവാഹം കഴിച്ചു. പക്ഷെ ഒരു വർഷമേ നിങ്ങളെന്ന വ്യക്തി എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. ഞാനും എൻ്റെ ഇഷ്ടങ്ങൾക്ക് നടുവിൽ ആഗ്രഹിച്ച സ്നേഹം ലഭിക്കാതെ ജീവിച്ചു. ആ സമയം നിങ്ങൾ എന്നെ വഞ്ചിച്ചുകൊണ്ടിരുന്ന പോലെ പലരെയും നിങ്ങളുടെ ചതിൽ വീഴ്ത്തി നിങ്ങളുടെ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഇപ്പതാ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ജീവൻ ഈ തടവറയും മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ തന്നെ ചോദിച്ച് മേടിച്ചതാ. പിന്നെ ഒരു കാര്യം കൂടി, സിതാര അങ്ങനെ വിളിച്ചാൽ മതി. എന്നെ തേമ്പുരുട്ടിയ മറ്റു പേരുകൾ എന്നെ ഇനി വിളിക്കേണ്ട. അങ്ങനെ എന്നെ വിളിച്ചിരുന്നത് എന്നെ പ്രണയിച്ചിരുന്ന എൻ്റെ അഭിയേട്ടനാണ്. ഇന്ന് ആ വ്യക്തി ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ എന്നെ നിങ്ങളുടെ കള്ളക്കഥയിൽ കൊന്ന പോലെ ഞാനും എൻ്റെ പ്രണയത്തെ കൊന്നു. ഇനി നിങ്ങളുടെ താലിയെ വെറൊരു ആഭരണമായി കാണുന്നൊരു പെണ്ണ് മാത്രമാണ് ഞാൻ. മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാനിനി അഭിനയിക്കും, നിങ്ങളുടെ ഉത്തമ ഭാര്യയായി. സാഹചര്യം വരുമ്പോൾ മാത്രം നല്ലൊരു ഭർത്താവായി നിങ്ങൾ അഭിനയിച്ച പോലെ. നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്? ഒരു പൂച്ചച്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. ചതിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട നിമിഷം തന്നെ നിങ്ങളെന്ന വ്യക്തിയോടുള്ള സ്നേഹം, നന്മ ഒക്കെയും ഇല്ലാതെയായി. ആ നിമിഷം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന സിതാരയെ ഞാൻ. നിങ്ങളുടെ ആ സഞ്ചനയില്ലേ, ഭർത്താവിനെ കുറ്റം പറഞ്ഞ വാക്കുകൾ കൊണ്ട് നിങ്ങൾ നൽകുന്ന സുഖം ആഗ്രഹിച്ച് നിൽക്കുന്നവൾ, അവളെ ഞാൻ വിളിച്ചിരുന്നു. അറപ്പാണ് തോന്നിയത്. ഇന്നലെ കണ്ട് നിങ്ങൾക്ക് വേണ്ടി ഭർത്താവിനെയും കുഞ്ഞിനെയും മാറ്റി നിർത്തിയ അവളോട് അത് ഞാൻ അങ്ങനെ പറഞ്ഞു. അതുപോലെ പലരെയും വിളിക്കാൻ തോന്നി, പക്ഷെ ചെയ്തില്ല. അവളെപ്പോലുള്ളവരോട് സംസാരിച്ച എൻ്റെ നാവ് ചീത്തയാവുമെന്ന് തോന്നി. നിങ്ങളെപ്പോലെയും ആ സ്ത്രീയെപ്പോലെയും ഒരുപാട് പേരുണ്ടാവും ഈ ലോകത്ത്. അവരൊക്കെയും സ്വന്തം ജീവിതം നശിപ്പിക്കുവാണെന്ന് ഇതുപോലൊരു തകർച്ച വരുമ്പോഴേ പഠിക്കൂ. അപ്പോൾ ശരി, ഞാൻ താഴേക്ക് ചെല്ലട്ടെ? താര. അവൾ കേട്ട ഭാവം നടിച്ചില്ല. സിതാര, എന്താ? തിരിഞ്ഞെന്ന് അവൾ ചോദിച്ചു. എനിക്കൊന്ന് ഫ്രഷ് ആവുന്നു. വരാം, ആദ്യം അമ്മുവിനെ നോക്കിയിട്ട് വരാം. മോൾ എണീക്കാറായിട്ടുണ്ടാവും. അവൾ മുറി വിട്ടു പോയപ്പോൾ അവൾ എന്ന പെണ്ണിൽ നിന്ന് കേട്ട ഓരോ വാക്കുകളും അവൻ്റെ ചെവിയിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടങ്ങളുടെ നടുവിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി സുഗന്ധം നിറഞ്ഞ ഈ തടവറയിൽ ജീവിച്ച് തീർക്കണം ഇനിയും. ജനാലയിൽ കൂടി അകത്തേക്ക് വീശി ഇളങ്കാറ്റ് അഗർബത്തിയുടെ സുഗന്ധത്തെ കൂടുതൽ പരത്തുന്നതായി അവന് തോന്നി. ആ സുഗന്ധം അവന് നൽകുവാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ചുള്ള ബോധ്യം അവൻ്റെ മനസ്സിനെ കുത്തിനോവിച്ചു. ആ നോവ്
അവന്റെ കണ്ണുകൾ ഈറനടിച്ചു.